ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ പോലെ തന്നെ ഇന്ന് നമ്മളെ വീട്ടിലൊരു ചെറിയ ഫംഗ്ഷനുണ്ട്. നമ്മൾ കാത്തിരുന്ന ഫംഗ്ഷനാണ് കേട്ടോ. അതുപോലെ നാട്ടിലെത്തിയിട്ടുള്ള ആദ്യത്തെ ഫംഗ്ഷനുമാണ്. അങ്ങനെ രാവിലെ എണീറ്റ പാടെ തന്നെ നമ്മൾ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചായയൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഉമ്മയാണെങ്കിൽ മുട്ടക്കറി വെക്കുകയാണ്. ഉമ്മ രാവിലെ നല്ല തിരക്കായിരുന്നു. പിന്നെ മുട്ടക്കറി മാത്രമല്ല കേട്ടോ, മട്ടൻ കുറുമയും വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ഒന്ന് താളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുവാണ്. പിന്നെ ഇന്ന് ഫംഗ്ഷന് നമ്മൾ ബിരിയാണി കൂടാതെ വെറും ചോറും വെക്കുന്നുണ്ട്. അപ്പോൾ വെറും ചോറിലേക്ക് നമ്മൾ മീൻകറിയും അവിയൽ, മോര്, പപ്പടം അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവിയൽ രാവിലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ചോറിനുള്ള വെള്ളവും തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളെ വീട്ടിൽ കുറച്ച് ബന്ധുക്കളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ ഒരു സമയമായപ്പോൾ പാവ എണീറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആൾ കിച്ചണിലിരുന്ന് നല്ല കളിയായിരുന്നു കേട്ടോ. അതുപോലെ ഈ ഇരിക്കുന്ന മാങ്ങയും സപ്പോട്ട എല്ലാം നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ. എല്ലാം നല്ല തേൻ മധുരമാണ്. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ടാണ് കേട്ടോ ആളുടെ കളിയും കാര്യങ്ങളും ഒക്കെ. അതുപോലെ നമ്മൾക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പവും അരിപ്പത്തിരിയൊക്കെ ഉണ്ട്. അരിപ്പത്തിന് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുകയാണ്. അതുപോലെ അവിയലിനൊക്കെ നമ്മൾ ഇന്നലെ തന്നെ എല്ലാം അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ പെട്ടെന്ന് തന്നെ അവിയലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ മുട്ടക്കുറുമ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റായിട്ട് ഉമ്മി കുറച്ച് മല്ലിയിലയും കൂടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലും കുറച്ചും കൂടി ഡാർക്ക് കളറാണ് കേട്ടോ. പെട്ടത്തിൻ്റെ എന്തോ കുഴപ്പം കൊണ്ട് ലൈറ്റായിട്ട് കാണുന്നതാണ്. അങ്ങനെ മുട്ടയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കുറച്ച് ബന്ധുക്കളൊക്കെ കാണും കേട്ടോ. അതുകൊണ്ട് എല്ലാം കുറച്ച് കൂടുതലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ വാപ്പിയൊക്കെ നല്ല പണിയിലായിരുന്നു. അപ്പം തലേദിവസം തന്നെ നമുക്ക് പന്തലിനുള്ള കസേരയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാപ്പി അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുകയാണ് കേട്ടോ. അതുപോലെ നമ്മൾ കുറച്ച് കൂടുതൽ കസേര പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുറ്റത്തും അകത്തും എല്ലാം ഇടുന്നുണ്ട്. പിന്നെ രാവിലെ തന്നെ ഇക്കയുടെ കസിൻ നല്ല ചൂട് നെയ്പ്പത്തിരിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നെയ്പ്പത്തിരിയൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ വാവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ കഴിക്കുവാണ്. അപ്പോൾ മിക്കവാറും ഇങ്ങനെ ഓരോന്നും മേടിച്ചുകൊണ്ടൊക്കെ വരും കേട്ടോ. പിന്നെ അതിന് ശേഷം നമുക്ക് ഡ്രസ്സൊക്കെ തേക്കണമായിരുന്നു. അപ്പോൾ ഇക്കയുടെ എൻ്റെ ഡ്രസ്സാണ് കേട്ടോ, വൈറ്റ് കളറാണ്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് തേക്കണം. അപ്പോൾ അതിന് വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഞാനും ഇക്കായി ഒരുപോലെ ഇടാമെന്ന് വിചാരിച്ചാണ് കേട്ടോ വൈറ്റൊക്കെ എടുത്തത്. ആ സമയമായപ്പോൾ വാവ നല്ല അലമ്പായിരുന്നു. അപ്പോൾ ഈ ഒരു ടൈമായിട്ടും വേറെ ആരുടെയും കയ്യിലൊന്നും പോത്തില്ലായിരുന്നു കേട്ടോ. ഞാനും ഇക്കായും തന്നെ മാറി മാറി ആളെ എടുക്കണം, അല്ലെങ്കിൽ ഭയങ്കര ബഹളമാവും. പിന്നെ ഇവിടെ നല്ല ചൂടായതുകൊണ്ട് തന്നെ വേർത്ത് കുളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ നമ്മൾ മേടിച്ച മെഹന്തി ഭയങ്കര ബോറായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം ആയപ്പോൾ തന്നെ കളറൊക്കെ നല്ലപോലെ ഡള്ളായിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ നമ്മൾ ഡെക്കറേഷൻ്റെ ആൾക്കാരെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ എത്താറായെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ കായംകുളത്തുനിന്നാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇൻസ്റ്റയിൽ കണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ട് ആൾ ഓർഡർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അവരുടെ ഇൻസ്റ്റ അക്കൗണ്ടൊക്കെ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ചെയ്തു തരും കേട്ടോ. അങ്ങനെ ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ അവരെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്ന പാടെ തന്നെ നമ്മൾ നെയ്പ്പത്തിരിയും അതുപോലെ ചായയൊക്കെയാണ് കേട്ടോ കൊടുത്തത്. അപ്പോൾ അവർ 2 പേരാണ് കേട്ടോ വന്നത്. അപ്പോൾ നമ്മൾ ലാവൻഡർ വൈറ്റ് തീമിൽ ഡെക്കറേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള പിള്ളേരാണ് കേട്ടോ. അവരൊരു 9 മണിയൊക്കെ ആയപ്പോഴാട്ടോ വന്നത്. കറക്റ്റ് 1 മണിക്കൂർ കൊണ്ട് അവർ ചെയ്തും തീർത്ത്. നമ്മൾ പറഞ്ഞ കറക്റ്റ് ടൈമിൽ തന്നെ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതിന് ശേഷം വീണ്ടും ഞാൻ താഴോട്ട് പോകാണ് കേട്ടോ. അപ്പോൾ താഴോട്ട് ചെറിയ രീതിയിൽ പന്തലൊക്കെ ഇടുന്നുണ്ട്. ഫുഡൊക്കെ അവിടെ വെച്ച് കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അങ്ങനെ വാപ്പിയും അതുപോലെ തന്നെ ഇക്കയുടെ കസിനും എല്ലാം കൂടിയാണ് കേട്ടോ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നല്ല ചൂടായതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കൂളറും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഇരിക്കാൻ പോലും പറ്റത്തില്ല. അങ്ങനെ മൊത്തത്തിലൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മാത്രമല്ല കേട്ടോ, അകത്തും വെച്ച് ബാക്കിയുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും മുകളിലോട്ട് പോയി. അപ്പോൾ അവിടുത്തെ ഡെക്കറേഷനൊക്കെ ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര പെട്ടെന്നാണ് കേട്ടോ അവർ ഫിനിഷ് ചെയ്യുന്നത്. അതുപോലെ ഇതാണ് കേട്ടോ എൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഡീറ്റെയിൽസും പേരും അതുപോലെ ഫോട്ടോസൊക്കെ നമ്മൾ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വാവേൻ്റെ ബർത്ത്ഡേ പാർട്ടിയാണ് കേട്ടോ. ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. ഓൾറെഡി ഒക്ടോബറിൽ വാവയുടെ ബർത്ത്ഡേ കഴിഞ്ഞതാണ് കേട്ടോ. പക്ഷേ നാട്ടിൽ വന്ന് എല്ലാവരുമായിട്ട് ഒന്നും കൂടി ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇക്കയുടെ വീട്ടിലാണെങ്കിലും എൻ്റെ വീട്ടിലാണെങ്കിലും ആദ്യത്തെ ആളാണ് കേട്ടോ ഐസു. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു ബർത്ത്ഡേ പാർട്ടിയൊക്കെ വെക്കണമെന്ന്. അങ്ങനെ നമ്മൾ വെച്ച ഒരു കുഞ്ഞു ഫംഗ്ഷനായിരുന്നു കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഐസുവിൻ്റെ ഫുൾ നെയിം വരുന്നത് ഐസ മെഹ്റി മിർസ എന്നാണ് കേട്ടോ.
അങ്ങനെ ഇതാ ഓരോരുത്തരായിട്ട് നമ്മൾ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ടൈമിൽ ഇക്കയുടെ കസിൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ മൂത്താപ്പാടെ മക്കളൊക്കെയാണ് കേട്ടോ. അതുപോലെ വാപ്പി നല്ല കളിപ്പിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു വാവേനെ. അതുപോലെ വാവ ഇട്ട ഡ്രസ്സ് മുമ്പേ തന്നെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. അതും ഇക്കയുടെ കസിൻ കൊണ്ടുവന്നതാണ്. നല്ല അടിപൊളി ഡ്രസ്സായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ടുകൊണ്ടാണ് കേട്ടോ രാവിലെ ഇരുന്നത്. അങ്ങനെ ഇതാ എല്ലാ അറേഞ്ച്മെൻറ്റ്സും കംപ്ലീറ്റ് ആയിട്ടോ. അതുപോലെ നമ്മൾ ബിരിയാണിയൊക്കെ പുറത്തുനിന്ന് ഓർഡർ ചെയ്യുമായിരുന്നു. പിന്നെ ഇതാ ജസ്റ്റ് എല്ലാവരും ഫോട്ടോസും വീഡിയോസും ഒക്കെ ഒന്ന് എടുക്കുവാണ്. അപ്പോൾ വാവ ആരെടുത്താലും നല്ല കരച്ചിലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വന്ന പിള്ളേരൊക്കെ ആ ടൈമിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നു. ഫംഗ്ഷൻ കൂടെ നമ്മൾ ഒരുപാട് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് വേറെ സ്ഥലത്തും വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ അവരും പോയി. അതിന് ശേഷമാണ് കേട്ടോ ബാക്കിയുള്ള ഈ വീഡിയോ ഒക്കെ എടുത്തത്. അതുപോലെ ഇത് ഇക്കയുടെ കസിനും പിള്ളേരും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ ആയിട്ടൊന്ന് ഫോട്ടോ എടുക്കുകയാണ്. ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ ആൾ കരച്ചിലൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ എല്ലാവരുടെയും ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ പാപ്പിയും ഉമ്മയും ഇക്കായും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിലാണ് കേട്ടോ ഇക്കയുടെ പാപ്പി എല്ലാം ഫുഡ് കഴിക്കുന്നത്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് മുട്ടക്കറിയും അതുപോലെ തന്നെ മട്ടൻ കുറുമയും ചായയും അരിപ്പത്തിരിയും ഇടിയപ്പം ഒക്കെ ആയിരുന്നു കേട്ടോ. അതുപോലെ നമ്മളൊരു 11 മണിയൊക്കെ ആകുമ്പോൾ തന്നെ കേക്കൊക്കെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ആൾക്കാരെ കാണുമ്പോൾ വാവ നല്ല കരച്ചിലാണ്. അങ്ങനെ വാപ്പയ്ക്കും ഉമ്മയ്ക്കൊക്കെ ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ നേരെ മുകളിലോട്ട് പോയിട്ടോ. വാവയ്ക്കൊക്കെ ഡ്രസ്സ് മാറണം. അതുപോലെ ഞങ്ങൾക്കും ഡ്രസ്സ് മാറി ഒരുങ്ങാനൊക്കെ ചെയ്യണം. അങ്ങനെ വാവയ്ക്കുള്ള ലാവൻഡർ കളർ ഫ്രോക്കാണ് കേട്ടോ. അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇത് ഞാൻ ഇടുന്ന ഓർണമെൻറ്റ്സ് ആണ് കേട്ടോ. ആദ്യം തന്നെ ഈ ഒരു മാലയാണ് കേട്ടോ. മാലയായിട്ട് ഈ ഒരെണ്ണം മാത്രമേ ഇടുന്നുള്ളൂ. അതുപോലെ ഈ സ്റ്റോൺ വരുന്നത് റൂബിയാണ് കേട്ടോ. നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ അധികം ഒന്നും ഇങ്ങനെ ഓർണമെൻറ്റ്സ് ഇടുന്ന ടൈപ്പൊന്നും അല്ല. ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോൾ മാത്രമായിരിക്കും ഇതൊക്കെ ലോക്കറിൽ നിന്ന് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വർണ്ണത്തിനൊക്കെ പുതിയതുപോലെ തന്നെ കളറും ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു സ്പ്രിങ് വളയും പിന്നെ ഈ റൂബിയുടെ തന്നെ ആദ്യം കാണിച്ചൊരു നെറ്റിൻ്റെ വളയാണ് കേട്ടോ. ഇതിനൊക്കെ ഓരോ പേരുണ്ട്, അതൊന്നും എനിക്കറിയില്ല. പിന്നെ ഇതാ ഈ ഒരു റിങ്ങും ഇടുന്നുണ്ട്. ഈ റിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു റിങ്ങും അതുപോലെ ഈ ചെയിനും കൂടി വരുന്നത് എനിക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് മേടിച്ചു തന്നെയാണ് കേട്ടോ. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിലും വരുന്നത് സെയിം കളർ റൂബിയാണ്. പൊതുവെ റൂബിയുടെ സ്വർണ്ണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഈ ഒരു ടൈമൊക്കെ ആയപ്പോൾ നമ്മൾ കേക്കും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്ക് നമ്മൾ തൊട്ടടുത്ത് നിന്നാണ് കേട്ടോ ഓർഡർ ചെയ്തത്. പക്ഷേ ഇൻസ്റ്റ വഴി കണ്ടാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അങ്ങനെ 10:30 11 ആയപ്പോൾ നമ്മളെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സിമ്പിൾ ചുരിദാറാണ്. പിന്നെ എല്ലാവരും മുകളിലോട്ടൊക്കെ വന്ന് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കേക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. കേക്ക് നമ്മൾ ലാവൻഡറും വൈറ്റും തീമിലാണ് കേട്ടോ പറഞ്ഞത്. കേക്കും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതൊക്കെ ഒന്ന് എടുത്ത് പുറത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 ടയറിൻ്റെ കേക്കും അതുപോലെ തന്നെ 6 കപ്പ് കേക്കുമാണ് കേട്ടോ പറഞ്ഞത്. എല്ലാം കാണാൻ നല്ല ക്യൂട്ട് ലുക്കായിരുന്നു. അങ്ങനെ ഇതാ നമ്മളെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം 2 ഫാമിലിയും കൂടെ ചേർന്ന് കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അതുപോലെ ഫോട്ടോ എടുക്കാൻ നമ്മൾ ആളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്കൊക്കെ നമ്മൾ വായിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ കുഞ്ഞിൻ്റെ ഒരു വീഡിയോയും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവൾ ജനിച്ച തൊട്ട് ഇതുവരെയുള്ള എല്ലാ ഫോട്ടോസും വീഡിയോസൊക്കെ വെച്ച് ഒരു ചെറിയൊരു വീഡിയോയും കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഫ്രണ്ടിലൊരു ടാബിൽ നമ്മൾ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ ഓരോരുത്തർക്കായിട്ട് നമ്മൾ കേക്കൊക്കെ കൊടുക്കുന്നുണ്ട്. കേക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നേരിട്ട് കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുപോലെ നല്ല മെൽറ്റ് ആവുന്ന കേക്കായിരുന്നു. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ ഇൻസ്റ്റാ പേജും കൂടി ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിളിച്ച എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷമായിട്ടോ.
പിന്നെ വാവയ്ക്ക് കപ്പ് കേക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു കപ്പ് കേക്ക് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ആൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ അതുവരെയും വലിയ കുഴപ്പമില്ലാതെ ആൾ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മാഷാ അല്ലാഹ്, അത്രയും പോലും അലമ്പില്ലാതെ ഇരിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ. പിന്നെ ആൾക്ക് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബാക്കി വന്ന കേക്കൊക്കെ എല്ലാവർക്കും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം വന്നവരെല്ലാവരെയും വെച്ച് ഫാമിലി ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ വരുന്നവർക്ക് നമ്മൾ ഡ്രിങ്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പിസ്തയിൽ കസേഴ്സൊക്കെ ഇട്ട് അടിപൊളി ഡ്രിങ്കായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇക്കയുടെ കസിൻസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ അതാ ഓരോ ഫാമിലിയിലും വെച്ച് ഫാമിലി ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു ആൽബം ഉണ്ടാക്കാനാട്ടോ പ്ലാൻ. പിന്നെ ഈ ഒരു ടൈമിൽ വാവ കുറച്ച് കരച്ചിലായിരുന്നു. ഒന്നാമത് നല്ല ചൂടും പിന്നെ ഫ്രോക്കൊക്കെ ഇട്ടിരിക്കാൻ നല്ല പാടായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ആ ഒരു ടൈമിൽ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. ബന്ധുക്കളൊക്കെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ അവരൊക്കെ ആയിട്ട് ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് നമ്മൾ തൽക്കാലം ചേഞ്ചൊന്നും ചെയ്തില്ല. പിന്നെ വാപ്പയും ഉമ്മയൊക്കെ വാവയ്ക്കാണ് ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കൊടുക്കുന്നുണ്ട്. അതുപോലെ ആ ഒരു സമയമൊക്കെ ആയപ്പോൾ നമ്മൾ ബിരിയാണി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബിരിയാണി നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്യുമായിരുന്നു. അപ്പോൾ നല്ല ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ. ബീഫ് ബിരിയാണി, ഐസ്ക്രീമും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ വെറും ചോറ് വേണ്ടവർക്ക് വെറും ചോറും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ബിരിയാണി നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എപ്പോൾ മേടിച്ചാലും നല്ല ടേസ്റ്റായിരിക്കും, നല്ല സ്മെല്ലുമാണ്. അതുപോലെ ഈ വീഡിയോ ഫുൾ എനിക്ക് വേണ്ടി എടുത്തു തന്നത് ഇക്കയുടെ കസിൻ്റെ മോനാണ് കേട്ടോ. ആൾ ഫുൾ ഓടി നടന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ടൈമൊക്കെ ആയപ്പോൾ വാവ ഏകദേശം ഉറക്കത്തിൻ്റെ ഇതിലായിരുന്നു. അപ്പോൾ എല്ലാവരുടെ കയ്യിലും പോകുന്നുണ്ടായിരുന്നു കേട്ടോ ഉറക്കത്തിൻ്റെ ഇതിലായതുകൊണ്ട്. പിന്നെ ഇതാ എൻ്റെ കസിൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കസിനും വൈഫും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ അവർക്ക് ജ്യൂസും അതുപോലെ കേക്കൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ വാപ്പയുടെ ഫ്രണ്ടും ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരും കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. പിന്നെ നിൽക്കാണ്ട് ബ്രദറാണ് കേട്ടോ. അതുപോലെ ഈ നിൽക്കുന്ന ആളാണ് എനിക്ക് ഈ വീഡിയോ ഫുൾ എടുത്ത് തന്നത്. ഒരുപാട് ഓടുകടന്ന് എടുത്തതാണ് കേട്ടോ. പിന്നെ ഈ ഒരു ടൈം ആയപ്പോൾ എല്ലാവരും കഴിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അകത്തും പുറത്തും എല്ലാം വെച്ച് നമ്മൾ ഫുഡ് കൊടുക്കുന്നുണ്ട്. അതുപോലെ എല്ലാവരും വിളമ്പുന്നതിൻ്റെ തിരക്കിലാണ് കേട്ടോ. നല്ല ബിരിയാണി ആയിരുന്നു നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അതുപോലെ തന്നെ ഈന്തപ്പഴ അച്ചാറും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ. അതുപോലെ ഇത് ഞായറാഴ്ച ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഫംഗ്ഷൻ ഞായറാഴ്ച ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ മിക്ക റിലേറ്റീവ്സിനും വേറെ ഫംഗ്ഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് പലരും പല സമയത്താണ് വന്നത്. രാത്രി 9 മണി വരെയൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതെൻ്റെ ബ്രദറും അതുപോലെ അത് കസിനുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല കത്തിയടിയായിരുന്നു. പിന്നെ നമ്മൾ എല്ലാവരും കൂടി ഇന്ന് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അന്നത്തെ ദിവസം എന്താണെന്നറിയില്ല, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഞാൻ കഴിച്ചില്ല. എനിക്ക് വലിയ വിശപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇതാ നമ്മൾ ബീഫ് കറിയും സാലഡും പിന്നെ ഇതാ നമ്മൾ ഈന്തപ്പഴവും നാരങ്ങയുടെ അച്ചാറും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇക്കയുടെ ഉമ്മയും പാപ്പയൊക്കെ ഒരുപാട് ലേറ്റായിട്ട് കേട്ടോ കഴിച്ചത് വെക്കുക.
പിന്നെ അതിന് ശേഷം നമുക്ക് കുറച്ച് ചോറും കാര്യങ്ങളൊക്കെ മിച്ചം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ഓരോ ബന്ധുക്കൾക്കായിട്ട് കൊടുത്തും വിടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഫങ്ഷനൊക്കെ കഴിഞ്ഞ് വന്നവരൊക്കെ പോവുകയാണ് കേട്ടോ. അതുപോലെ ഇന്നത്തെ ദിവസം വാവ ഉറക്കമായതുകൊണ്ട് തന്നെ പലരുടെയും കയ്യിൽ പോയിട്ടുണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഷിബിനാൻ്റിയാണ്, ഇക്കയുടെ കസിൻ്റെ വൈഫാണ് കേട്ടോ. അപ്പോൾ ഷിബിനാൻ്റി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഐസുവിനെ. പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയത്തിന് ശേഷം എൻ്റെ വാപ്പിയും ഉമ്മയൊക്കെ പോവാണ് കേട്ടോ. അങ്ങനെ അവർ പോയതിന് ശേഷം കിച്ചണിലോട്ട് വന്നപ്പോൾ ഷിബിനാൻ്റി എല്ലാവർക്കും വേണ്ടി കടുംചായയൊക്കെ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഇക്കയുടെ ബ്രദറും കൂടി ഈ ഡെക്കറേഷൻ്റെ ബലൂണും കാര്യങ്ങളൊക്കെ അഴിച്ചു മാറ്റുന്നുണ്ടായിരുന്നു. അതുപോലെ ഈ ഡെസ്കും ഈ ഒരു സംഭവങ്ങളെല്ലാം നമുക്ക് തിരിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു 4:30 ആകുമ്പോൾ ആൾ വരുമെന്നാണ് അവർ വിളിച്ചപ്പോൾ പറഞ്ഞത്. അങ്ങനെ ഇതാ ഫുള്ളായിട്ടൊന്ന് അഴിച്ചു മാറ്റുന്നുണ്ട്. അങ്ങനെ ദാ മൊത്തത്തിൽ അഴിച്ചു മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നാൽ ഇതൊന്നും കളയാൻ തോന്നിയില്ല ബലൂണൊക്കെ. അങ്ങനെ ദാ നമ്മൾ സൈഡിലേക്ക് മാറ്റിയിട്ടിട്ടുണ്ട്. പിന്നെ ആ ഒരു ടൈം ആയപ്പോൾ വാവ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റിട്ടുണ്ടായിരുന്നു. ആൾ ബലൂണൊക്കെ വെച്ച് നല്ല കളിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ സ്റ്റാൻഡും കസേരയൊക്കെ എടുക്കാൻ ആൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ടൈമിലേക്കാടെ ബന്ധുക്കളൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ അവയ്ക്ക് ഒരുപാട് ഗിഫ്റ്റും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ, അതായത് ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഒക്കെ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ചെയ്യാനാണ് കേട്ടോ. ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്ത് കൂടുതലാണ്, അതുകൊണ്ട് അടുത്ത വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയും വിശേഷമൊക്കെ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. അതുപോലെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ ബൈ.